ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടന്മാർക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളും തുടർക്കഥയായി മാറിയ സാഹചര്യത്തിലായിരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെ പിരിച്ചുവിടുന്ന രീതി. ലാലേട്ടന്റെ തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കി അടക്കമുള്ള വലിയ താരങ്ങൾക്കെതിരെ വന്നുകൊണ്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം ഇവരുടെ പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടത്. ലാലേട്ടൻ കഴിഞ്ഞ ദിവസമായിരുന്നു മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടത്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ലാലേട്ടന് ഉത്തരവില്ലെന്നുള്ള മറുപടിയായിരുന്നു അറിയാൻ സാധിച്ചിട്ടുണ്ടത്. അതേസമയം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണമെന്നും അതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മമ്മൂക്ക ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടത്. മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം. അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വം ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി. അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാത്തത്. സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ. സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും. ഈ രംഗത്ത് അഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരായിരിക്കേണ്ടതുമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടി ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയുടെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുണ്ട്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ. ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല. അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ആത്യന്തികമായ സിനിമ നിലനിർത്തണം എന്നാണ് മമ്മൂക്ക കുറിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മമ്മൂക്കയുടെ കുറിപ്പ് നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടിട്ടുള്ളത്. താരത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയായിരുന്നു പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടായത്. സിനിമാ മേഖലയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ചും മമ്മൂക്ക എപ്പോഴും തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഒരു വാക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോഴായിരുന്നു മമ്മൂക്കയുടെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കുറിപ്പ് വന്നിട്ടുണ്ടായത്. എന്തൊക്കെയാണ് കുറിപ്പ് വൈറലായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം മമ്മൂക്കയുടെ ഈ ഒരു അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞ ഈ അഭിപ്രായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.